ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം കണ്ട് അമിത ആത്മവിശ്വാസം കാണിക്കരുതെന്ന് കെപിസിസി വിശാല നേതൃയോഗത്തിൽ പൊതുവികാരം. സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്താനും തീരുമാനമായി. അതിനിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തയ്യാറാകാൻ കെപിസിസി നേതൃത്വം പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താനുള്ള UDF സംസ്ഥാന ഏകോപന സമിതിയുടെയും MP-മാരുടെയും സംയുക്ത യോഗം പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൌസിൽ ആരംഭിച്ചു. ഹരി മോഹൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഹരി, യോഗം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത എന്തൊക്കെ തീരുമാനങ്ങളിലേക്കാണ് ഈ യോഗം എത്തിച്ചേർന്നിരിക്കുന്നത്? കെപിസിസി നേതൃത്വം പ്രത്യേക കർമ്മ പദ്ധതിയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടെന്നാണല്ലോ മനസ്സിലാക്കുന്നത്. കെപിസിസി നേതൃത്വം ഇന്ന് നടത്തിയിട്ടുള്ള യോഗത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. നേരത്തെ തൃശൂരിലെ തോൽവി പഠിക്കാൻ വേണ്ടി KC ജോസഫ് അധ്യക്ഷനായ 3-അംഗ കമ്മീഷനെ ചുമതലപ്പെടുത്തിയിരുന്നു. ഇപ്പോഴിതാ അതേ കമ്മീഷനെ തന്നെ ആലത്തൂരിലെ പരാജയം കൂടി പഠിക്കാൻ വേണ്ടി നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. KC ജോസഫ്, G സിദ്ദിഖ്, R ചന്ദ്രശേഖരൻ അടങ്ങിയ കമ്മീഷനാണ് ഇനിയിപ്പോൾ തൃശൂരിന് പുറമെ ആലത്തൂരിലെ തോൽവി പഠിച്ചുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്. അതുകൂടാതെയാണ് ഇത്തരത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുൻനിർത്തിക്കൊണ്ട് ഒരു കർമ്മ KPC നേതൃത്വം തയ്യാറാക്കിയത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ നേതാക്കളുടെ അനാവശ്യ ഇടപെടൽ ഉണ്ടാകരുതെന്നുള്ള കർശന നിർദ്ദേശവും യോഗത്തിൽ നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് UDF കമ്മിറ്റികളുടെ തീരുമാനത്തിന് മുൻഗണന നൽകിയാവും സ്ഥാനാർത്ഥി നിർണയം. ഒപ്പം തന്നെ നേതാക്കൾക്ക് വേണ്ടി വയനാട്ടിൽ ചിന്തൻ ശിബിരം കൂടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ജൂലൈ 15, 16 തീയതികളിലാണ് കോൺഗ്രസ് ചിന്തൻ ശിബിരം സംഘടിപ്പിക്കുക. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിപുലമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ചിന്തൻ ശിബിരം സംഘടിപ്പിച്ചിരിക്കുന്നത്. തൃശൂർ, ആലത്തൂർ സീറ്റുകളിലെ പരാജയം സംബന്ധിച്ച് വിശദമായിട്ടുള്ള ചർച്ച യോഗത്തിൽ ഉണ്ടായിട്ടില്ല. റിപ്പോർട്ട് കിട്ടിയിട്ട് മതി ബാക്കി ചർച്ച എന്നുള്ളതാണ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. അമൃത. ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത്.